Patrol members be advised. A street racer has just been reported eastbound past Diamond Park, requesting units to head up. ടൈം ഇപ്പോൾ ഏകദേശം ഒരു 12 മണിയൊക്കെ ആറായിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു ടെസ്റ്റ് ഡ്രൈവ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം ഏത് വണ്ടിയാണ് അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഞാൻ വഴിയെ പറയുന്നതാണ്. അപ്പം ഈ വണ്ടിയുടെ പുറകെ കുറേ നാളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കാരണം എന്താണെന്നറിയില്ല, ഈ വണ്ടി എപ്പോൾ ചെന്ന് ചോദിച്ചാലും അവിടുത്തെ ഷോറൂമുകാർ പറയുന്നത് ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് തരില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്തോ, 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾ വണ്ടി റെഡിയാക്കി തരാം, അങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പം എൻ്റെ ഫ്രണ്ട്സാണെന്നുണ്ടെങ്കിലും പോയി അവർ ചെന്നപ്പോഴും അവരോട് പറയുന്നത് എന്താ, നിങ്ങൾ ബുക്ക് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്യുക, അങ്ങനെ വണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വന്നു കഴിഞ്ഞിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാം. അപ്പം വണ്ടി വന്നു കഴിഞ്ഞ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ടൊരു വണ്ടി അങ്ങ് വാങ്ങി പോരെ, അതാണ് എൻ്റെ ചോദ്യം. അപ്പം ഏത് ഷോറൂമാണ്, ഏത് സ്ഥലത്തെ ആൾക്കാരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. എൻ്റെ മോനെ പെട്ടല്ലോ. Patrol members be advised. A street racer has just been reported eastbound past Diamond Park, requesting units to head up. ഞാൻ ഓർത്ത് പുരുഷനെ അനുഗ്രഹിക്കണമെന്ന് പറയുന്നൊരവസ്ഥയായുമെന്ന്. നമ്മുടെ ടോപ്പിക്ക് ഇതൊന്നുമല്ല, നമ്മളിന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനാണ് പോകുന്നത്. ഈ വണ്ടി R15 V3യുടെ ഒരു സിബ്ലിംഗ് ആണെന്ന് വേണേൽ പറയാം. വേറെ വണ്ടിയൊന്നുമല്ല, നമ്മുടെ MT15 ആണ് ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം MT15നെ കുറിച്ച് കുറച്ച് കാര്യങ്ങളും പിന്നെ അതിൻ്റെ റൈഡ് ഫീൽ എങ്ങനെയുണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഭയങ്കര സ്പെക്കൊന്നുമല്ല, നമുക്കൊരു സാധാരണക്കാരൻ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ള ആ ഒരു രീതി, ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ. ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടിയെ കയറിയിരിക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം നോട്ടീസ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനാണ്. സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അപ്രൈറ്റ് ആയിട്ടും നല്ല റിലാക്സ്ഡ് ആയിട്ടുള്ളൊരു പൊസിഷനാണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി ഏകദേശം ഒരു 10 ലിറ്റേഴ്സ് ആണ്. പിന്നെ ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്വിച്ച് ഗിയേഴ്സ് ആണ്. സ്വിച്ച് ഗിയേഴ്സ് ഒക്കെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് ആണ്, നല്ല മെറ്റീരിയലൊക്കെയാണ്. പിന്നെ ആകെപ്പാടെയുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഹോണിൻ്റെയും ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചുകൾ തമ്മിൽ സ്വാപ്പ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് യൂസ് ചെയ്യുമ്പോഴത്തേനും ഭയങ്കര ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനായാലും ഫ്രണ്ടിലൊരു വണ്ടി കണ്ടപ്പോഴത്തേനും പെട്ടെന്ന് ചാടി കയറി പ്രസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററിൻ്റെ സ്വിച്ചിലായിരുന്നു. അപ്പം ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്, അത് യൂസ് ടു ആവണം. മീറ്റർ കൺസോളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നല്ല അത്യാവശ്യം ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മീറ്റർ കൺസോളാണ്. ഇപ്പം ഗിയർ പോസിറ്റീവ് ഇൻഡിക്കേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ നല്ല വിസിബിലിറ്റിയാണ് നമുക്ക് തരുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാ ഇൻഫർമേഷൻസും തരുന്നൊരു മീറ്റർ കൺസോളാണിത്. ഇനി ഇതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു സിംഗിൾ സിലിണ്ടർ 4-stroke 4-valve 155cc എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ 10,000 RPM 19.3 PS 8,500 RPM 14.7 NF ഓഫ് ടോക്കുമാണ്. ഈ ഒരു പവർ ഫിഗേഴ്സ് അത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും വണ്ടി അത്യാവശ്യം നല്ല പവർഫുൾ ആണ്. അപ്പോൾ മെൻഷൻ ചെയ്തേക്കുന്ന പോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പവറൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ശാന്തമായിട്ട് കാമാൻ ക്വയറ്റായിട്ടൊക്കെ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സിമ്പിളായിട്ടൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലൊക്കെ തോന്നുള്ളൂ. പക്ഷേ നമ്മൾ ത്രോട്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്ത് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ബീസ് ലെവലാണ്. നല്ലൊരു പവറൊക്കെ കയറി പോകുന്നതെന്ന് വെച്ചാൽ നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കൊരു എന്താ പറയുക, നമുക്കൊരു മടുപ്പൊന്നും തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ പവർ ഡെലിവറി ഒക്കെ. നമുക്ക് ഈ R15 വേർഷൻ 3 ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം ഭയങ്കര ഒരു ഫീലാണ് അത് ഓടിക്കുമ്പോഴത്തേനും. ആ ഒരു ഫീല് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കുറച്ചുകൂടി എന്താ പറയുക, ഒരു ഇനിഷ്യൽ പഞ്ചിങ് ഒക്കെ കൊടുത്തിട്ടാണ് ഈ വണ്ടി യമഹ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് എല്ലാ ടൈമിലും ഇപ്പം ലോങ് റൈഡ്സിന് വേണമെന്നുണ്ടെങ്കിൽ പോകാം, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം സിറ്റി ട്രാഫിക്കിൽ യൂസ് ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണിത്. അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഡിസൈൻ പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ പവർ ഡെലിവറി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് നോക്കിയാലും നമുക്കൊരു അഡ്വാൻറ്റേജ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടി ഇറക്കിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ ടൂർ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലഗേജ് ഒക്കെ ട്രൈ ചെയ്യാനും പിന്നെ ഇപ്പം ഹൈവേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രൂസിംഗ് സ്പീഡൊക്കെ നമുക്ക് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഗ്രാബ് റെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡ്യുവൽ പർപ്പസ് യൂസ് ചെയ്യാം. ഇപ്പോൾ ടൂറിംഗ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലഗേജ് ഒക്കെ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പർപ്പസ് കൂടെ നമുക്ക് ആ ബാക്കിലത്തെ ഗ്രാബ് റെയിൽസ് നമുക്ക് കണ്ടെത്താവുന്നതാണ്. വണ്ടിയെക്കുറിച്ച് ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം R15 V3 ഓടിച്ചിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ സീറ്റിംഗ് പൊസിഷൻ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് ഓടിച്ചപ്പോഴത്തേനും ആ സെയിം എഞ്ചിൻ ആ ഒരു കുറച്ചുകൂടി ഒരു ഇനിഷ്യൽ
ഒരു പഞ്ച്, ടോപ്പ് എൻഡ് കുറച്ച് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടെന്നെങ്കിലും പക്ഷേ കുഴപ്പമില്ല. എന്നാലും നല്ലൊരു ഇനീഷ്യൽ പഞ്ചും പിന്നെ എന്താ ഒരു ട്വിസ്റ്റ് ചെയ്ത് പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു റെസ്പോൺസാണ് ഈ വണ്ടിയുടെ എഞ്ചിൻ തരുന്നത്. അപ്പം നമുക്ക് നല്ല രീതിയിൽ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള റൈഡാണ് നമുക്ക് ഈ വണ്ടി തരുന്നത്. അപ്പം ആ ഒരു പെർസ്പെക്റ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് യോജിച്ചൊരു വണ്ടിയാണ്. നമുക്കിനി ഇതിൻ്റെ ഇനിഷ്യൽ പവർ എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തന്നെ കണ്ടില്ലേ നൈസായിട്ടാണ് വണ്ടി കയറി പോകുന്നത്. പിന്നെ 0 to 100 ഏകദേശം ഒരു 7 സെക്കൻഡൊക്കെ ആയെന്നാണ് കമ്പനി പറയുന്നത്. ഇനി ഈ വണ്ടിയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പറയാം. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ പറയുന്നത് ഇതിൻ്റെ ഒരു ഡിസൈനിനെ കുറിച്ചാണ്. ഇതൊരു യൂണീക്ക് ഡിസൈനാണ്. അപ്പം നമ്മുടെ ഹെഡ്ലൈറ്റ് ആണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള റോബോട്ടിക് ഫീൽ തരുന്നൊരു ഡിസൈനാണ്. രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഹെഡ് ലാംപ്സ് ആണ്. ഹൈ ഫംഗ്ഷൻ LED ഹെഡ്ലൈറ്റ് ആണ് ഇതിന് വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൽ തന്നെ ഹൈ ബീമും ലോ ബീമും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളൊരു ഡിസൈനാണിത്. മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ചാണ്. ഇതൊരു 155cc എഞ്ചിനാണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് ജനറേറ്റ് ചെയ്യുന്ന പവർ എന്ന് വെച്ചാൽ മാരകമാണ്. പിന്നെ ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇതിനകത്ത് VVA ടെക്നോളജി യൂസ് ചെയ്യുന്നത്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ മീറ്റർ കൺസോളാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ട് നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ് ഈ വണ്ടിക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇതിൻ്റെ അഡ്വാൻറ്റേജിനെ കുറിച്ച് പറയാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് പറയാനുള്ള ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു പ്രൈസിങ്ങിനെ കുറിച്ചാണ്. ഇതൊരു 1,65,000 എങ്ങാണ്ടാവും ഓൺ റോഡ് വരുമ്പോഴത്തേനും. അപ്പോൾ അത് ഭയങ്കര മാരകമായിട്ടുള്ളൊരു ഓവർ പ്രൈസ്ഡ് ആണെന്ന് വേണം നമുക്ക് പറയാം. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് സിംഗിൾ ചാനൽ ABS തരുന്നുള്ളൂ. ഡ്യുവൽ ചാനൽ ABS പ്രൊവൈഡ് ചെയ്യുന്നില്ല യമഹ. അതുമാത്രമല്ല ഇൻ്റർനാഷണൽ വേരിയൻസിൽ കാണുന്ന പോലെ കളർ സ്കീമോ പിന്നെ അപ്സൈഡ് ഡൗൺ ഫോക്സോ പിന്നെ R15 വേർഷൻ 3 പോലത്തെ സ്വിംഗ് ആമോ ആ ഒരു ഇതൊന്നും തരുന്നില്ല. അതൊക്കെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കൂട്ടാം. കാരണം നമ്മളൊരു 1.65 lakhs ഒക്കെ കൊടുക്കുമ്പോഴത്തേനും ആ ഒരു സംഭവം ഒന്നും നമുക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓവറോൾ നോക്കുമ്പോഴത്തേക്കും വണ്ടി അടിപൊളിയാണ്. ഏകദേശം ഒരു 139 kg ഉള്ളൂ വെയിറ്റ്. അപ്പോൾ പവർ ടു വെയിറ്റ് റേഷ്യോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റിയൊരു വണ്ടിയാണ്. ഇപ്പോൾ സിറ്റി ട്രാഫിക്സിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാനുവൽ ചെയ്ത് പോകാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിൻ്റെ മൈലേജിനെ കുറിച്ച് പറയാൻ പറഞ്ഞു ഏകദേശം ഒരു 48 ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷേ നമുക്കൊരു 45 to 50 റേഞ്ചിൽ എത്ര വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇതിലും കൂടുതൽ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം. ഇൻസ്റ്റാഗ്രാം ID ഒക്കെ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബൈക്ക് റിലേറ്റഡ് വീഡിയോസ് പിന്നെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് അങ്ങനെ കുറേ കമൻറ്റ്സ് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് കാണിക്കുക. പിന്നെ ബാക്കിയുള്ള ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.